കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറി, നല്ല പെർഫോമൻസ്. പിന്നെ എടുത്തു പറയാനുള്ളത് സന്ദീപിന്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ നന്നായിരിക്കുന്നത് സിദ്ദിഖും ലാലു അലക്സുമാണ്. മൂന്നുപേരും നന്നായിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്ക് മുതലാവുന്നുണ്ട്. കാര്യം ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഏറ്റവും കൂടുതൽ നല്ലൊരു പടമാണ്. ലാലേട്ടൻ കലക്കി, ഒരു സംശയമില്ല. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. കംപ്ലീറ്റ് ഓഡിയൻസ് ഒരു രക്ഷയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കാണാൻ വന്നൊരു നോർമൽ ഫീൽ ഗുഡ് മൂവി. ഇന്ന് ലാലേട്ടൻ്റെ സിനിമ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ വന്നത്. പക്ഷേ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ വലുതാണ് സിനിമ. നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഒരു ബിഗ് ബഡ്ജറ്റ് ഫൈറ്റ് ആക്ഷൻ മാസ്, അങ്ങനെയൊന്നുമല്ല. എല്ലാ ഇമോഷൻസും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത നല്ലൊരു സിനിമ. നമ്മൾ പ്രതീക്ഷിക്കാത്ത 2 കെമിയോസ് ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറി, നല്ല പെർഫോമൻസ്. പിന്നെ എടുത്തു പറയാനുള്ളത് സന്ദീപിന്റെ പെർഫോമൻസ് ആണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. സത്യനന്ദിക്കാൻ്റെ ബെസ്റ്റ് ഇൻ എ വെരി ലോങ് ടൈം. ഷുവർ ബ്ലോക്ക് ബസ്റ്റർ. അതിനേക്കാളൊക്കെ ഉപരി എന്നും എത്ര വേണമെങ്കിലും കാണാം. അത്ര എൻജോയബിൾ മൂവിയാണ്. ഇറ്റ് വിൽ സ്റ്റേ. ലാലേട്ടൻ കലക്കി, ഒരു സംശയമില്ല. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. കംപ്ലീറ്റ് ഓഡിയൻസ് ക്ലാപ്പ് ചെയ്തു പടം തീർന്നപ്പോൾ. സത്യനന്ദിക്കാൻ്റെ ബെസ്റ്റ് തന്നെയാണ് ഇൻ എ ലോങ് ടൈം. ഷുവർ ഫാമിലി ഓഡിയൻസിനൊക്കെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. പടം കാണാൻ ഒരു നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. സന്ദീപ് പൊളിച്ചു. സന്ദീപിൻ്റെ ഒരു ലൈഫ് ടൈമിൽ കിട്ടാനുള്ള ബെസ്റ്റ് ക്യാരക്ടർ. പ്രേമലൂല് കാട്ടിയും ഇതിൽ കിടിലായിട്ടും സന്ദീപ് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. തൂക്കി നമുക്ക് മോശം പറയാനായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ഇല്ല. കാര്യം നമ്മുടെ ഫാമിലി ആയിട്ട് വന്നിരുന്ന നമ്മളെ ഹൃദയപൂർവ്വം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്ക് മുതലാവുന്നുണ്ട്. കാര്യം ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഏറ്റവും കൂടുതൽ നല്ലൊരു പടമാണ്. ലാലേട്ടനോട് മാളവികയൊക്കെ വന്ന മാളവികയുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ലാലേട്ടനോട് ഇങ്ങനെ ഒരു റോള് കിട്ടുന്നതിന്. പിന്നെ എടുത്തു പറയാനുള്ളത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് നിന്ന നമ്മുടെ സംഗീത് പ്രമോ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ ലക്കാണ് ഈ ഹൃദയപൂർവ്വം സിനിമയിൽ ലാലേട്ടനുമായിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയാനുള്ളൂ. നല്ല ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ഞാൻ തിയേറ്ററിലിരുന്ന് ഹൃദയപൂർവ്വം അതേപോലെ ഞാൻ ആസ്വദിച്ചിട്ടാണ് ഇന്ന്. നല്ല പടമാണ്. എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ്. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാടിൻ്റെ നല്ലൊരു പടം കാണാൻ കഴിയും. ഇത് ഒരേ സമയം ഒരു സത്യനന്ദിക്കാട് മൂവിയാണെന്നും പറയാം, അതുപോലെ തന്നെ ഒരു മോഹൻലാൽ മൂവിയാണെന്നും പറയാം. നല്ല രസകരമായിട്ട് അവർ ഈ പടം എടുത്തിട്ടുണ്ട്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ നന്നായിരിക്കുന്നത് സിദ്ദിഖും ലാലു അലക്സുമാണ്. മൂന്നുപേരും നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഓഫ് കോഴ്സ് ടോപ്പ് പെർഫോമൻസ് തന്നെയാണ്. ടോട്ടലി കൊള്ളാം. നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ നല്ലൊരു വിജയം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല പടം. അടിപൊളി പടമായിരുന്നു. മൊത്തത്തിൽ കണ്ട ഒരു നഷ്ടമായിട്ടാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടും എല്ലാവർക്കും. കാരണം ആട്ടി അങ്ങനെ ഇപ്പം എല്ലാവർക്കും പല ഇത് വരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ പോയി എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും സത്യനന്ദിക്കാട് സാറിൻ്റെ പടം ഓൺലൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അടിപൊളി പടമാണ്.